നമസ്കാരം. IFPHന്റെ 1836 മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം മൗന പ്രാർത്ഥന. ഇന്നത്തെ വിഷയം ശ്രീ M. നന്ദകുമാർ IAS അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ്, IAS ഓഫീസറാണ്. വളരെ കാര്യപ്രാപ്തിയുള്ളയാളും വളരെയധികം വിഷയങ്ങൾ അഗാധമായ അറിവുള്ള ഒരു വ്യക്തി കൂടെയായിരുന്നു. അദ്ദേഹത്തിന് പാമിസ്ട്രി, അസ്ട്രോളജി അങ്ങനെയുള്ള പല ശാസ്ത്രങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനായാൽ പല വിഷയങ്ങളിൽ അറിവ് വേണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമുള്ള അറിവൊന്നും അയാളെ ഒരിക്കലും സമ്പൂർണ്ണമാക്കുകയില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇടപെട്ടിട്ടുള്ള വ്യക്തി നമ്മുടെ ഫരീദ് ബാവഖാൻ സാറാണ്. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ശ്രീ നന്ദകുമാർ സാറോട് ഏറ്റവും അടുത്തുള്ള രണ്ട് വ്യക്തികളുണ്ട്, ഫരീദ് സാറും അതുപോലെ ഡോക്ടർ അനിൽകുമാറും. ഇവരെ രണ്ടുപേരും പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതോടെ വേണുഗോപാൽ റെഡ്ഡി സാറിനും ശ്രീ നന്ദകുമാർ സാറിനെ ആയിട്ട് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് ചടങ്ങിൽ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ഫരീദ് സാറേ, സാർ കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ സാർ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. നമസ്കാരം. ഞാനൊരു ഹെവി ഹാർട്ടോടുകൂടിയാണ് ഇപ്പം ശരിക്കും നിങ്ങളുടെ മുമ്പിൽ ഹാജരായിരിക്കുന്നത്. ശരിക്കും ഞാൻ ശാന്തി കവാടത്തിൽ പോയിട്ട് അതിൻ്റെ ലാസ്റ്റ് നേരെ വന്ന് ഈ മനോജ് വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇതിനകത്ത് കയറുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം പറയാനുണ്ട്. എന്നാൽ ഇപ്പോഴൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ ഒരു കണ്ടീഷനിലാണ് ഞാനിപ്പോഴും. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. വളരെ സിമ്പിൾ, ഹമ്പിൾ, അതുപോലെ തന്നെ വളരെയധികം വായിക്കുകയും അറിവ് അതുപോലെ തന്നെ പ്രസംഗിക്കാനും ഒക്കെ വളരെ കഴിവുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നടത്തിയിട്ടേ പുള്ളി തിരിച്ചു വരികയുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഹോമിയോപ്പതിയിൽ എനിക്കറിയാം IFPHയിൽ അദ്ദേഹം വന്ന് സംസാരിച്ചിരുന്നു. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് ഹോമിയോപ്പതിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ഇപ്പോഴേ ശരി ഞാൻ ശരിയാണ്, ഒരു ചികിത്സാപ്പിഴവിലെ ഇരയായിട്ടാണ് അദ്ദേഹം നമ്മളോട് വിട വാങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 2-3 മാസക്കാലം പറ്റുന്നില്ല. അത്ര അടുപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോവുകയും ആ കുടുംബാംഗങ്ങളെയൊക്കെ ഞാൻ ശാന്തി കവാടത്തിൽ വെച്ച് കണ്ടപ്പോൾ എനിക്കത് ചെയ്യാനുള്ള അല്ല ഇറങ്ങി പിന്നെ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കേൾക്കാമല്ലോ അല്ലേ? അപ്പം ഞാൻ കേൾക്കാം അല്ലേ? അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് ധാരാളം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. IAS കൺഫർ ചെയ്ത് കിട്ടി. അതിനുശേഷം അദ്ദേഹം ജില്ലാ കളക്ടറായിരുന്നു. മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോമിയോയിലൊന്നും കൂടാതെ ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ചീഫ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അത് ശരിക്കും ഞാനാണ് അദ്ദേഹത്തിന് ആ പദവിയിലേക്ക് നിയമിക്കാൻ ഇടയായതെന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അനേകം ഉണ്ടായിരുന്ന ഏതെല്ലാം തസ്തികയിൽ പോയോ അവിടെയെല്ലാം അദ്ദേഹം നന്നായിട്ട് ഷൈൻ ചെയ്യുകയും അത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വർക്കാണ്. അത് ഈ ഔദ്യോഗിക മേഖലയിൽ മാത്രമല്ല, അദ്ദേഹം മറ്റ് പല സോഷ്യൽ വർക്കുകൾ, വോളണ്ടറി ഓർഗനൈസേഷനുള്ള വർക്കുകൾ, അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞതുപോലെ ഈ ശാസ്ത്രം ഉണ്ടല്ലോ, മറ്റേ കൈരേഖാശാസ്ത്രം, അതുപോലെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ അദ്ദേഹമുണ്ട്. അവർ സർവകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതുപോലെ വളരെ സിമ്പിളാണ്. ഈ വേറെ ഒരു എനിക്ക് വെരി അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റുള്ള ഉണ്ടായിരുന്ന വളരെ വയസ്സായി സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്ന ചില ആൾക്കാരുടെ അദ്ദേഹം അവിടെ പോയി സന്ദർശിക്കും. ഇപ്പം എന്നെ ചിലപ്പോൾ അങ്ങനെ വിളിക്കാറുണ്ട്, സാർ ഞാനിവിടെ ഇരിക്കുകയാണ്, അദ്ദേഹമായിട്ട് സംസാരിപ്പം അത് അങ്ങനെ ഒരു വല്ലാത്ത സാറിന് അറിയാം. റിട്ടയർ ചെയ്തവരെ എന്താണ് നമ്മൾ ചെയ്യുന്നത് സാറിന് എല്ലാവർക്കും അറിയാമല്ലോ. അതല്ല, അദ്ദേഹം അതവിടെ പോയി ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറച്ച് സമയം ചെലവഴിക്കാനും അവർക്കും വളരെ സന്തോഷമാണ്. അവരും എന്നെ വിളിച്ച് പറയും, ഇങ്ങനെ വന്നിരുന്നു, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നന്ദകുമാർ വന്ന് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചർച്ചയ്ക്ക് ഇടയ്ക്ക് ഓക്കെ സർ. പറയാമെന്ന് അതെ, വിശ്വസിക്കുകയാണ്. അതെ, ഞങ്ങൾ ആ ഒരു മൂഡിലാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും പങ്കെടുത്തതിന് നന്ദി. അങ്ങയുടെ ആ മാനസികാവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. അത് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടത് തന്നെയാണ്. അതിൽ വളരെ എന്തായാലും സാർ ഇത്രയും പറഞ്ഞ സന്തോഷമുണ്ട്. നമുക്ക് വേണുഗോപാൽ സാറിലേക്ക് സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാറിന് പരിചയമുള്ള ആ ആളാണ്. ആ, എനിക്ക് അടുത്ത പരിചയമൊന്നുമില്ല. ആ, ഞാൻ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുന്നത് 2000-ലാണ്, 2000-ല്. അദ്ദേഹത്തിനെ കാണാൻ പോകുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇരുന്ന് അസ്ട്രോളജിക്കലായിട്ടുള്ള ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. എനിക്ക് ഈ അസ്ട്രോളജിയിൽ വിശ്വാസമുണ്ട്, പക്ഷെ 99% അസ്ട്രോളജേഴ്സിനെയും എനിക്ക് വിശ്വാസമില്ല. മിക്കവരും ഉദരനിമിത്തം ബഹിർദ വേഷം ഇട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ സോ കോൾഡ് അസ്ട്രോളജേഴ്സ്. അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരൻ ഇതേപോലെ ഇത് പുള്ളിയുടെ ഒരു ഹോബിയാണ് എന്നുള്ള ആ രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഏതായാലും പൈസ ഉണ്ടാക്കാനായിട്ടല്ല, അപ്പം കുറെ കൂടെ കാര്യമായിട്ട് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളി ചെന്ന് കണ്ടു. അതിൻ്റെ പുള്ളിക്കാരൻ കുറെ പറഞ്ഞതെല്ലാം വളരെ ശരിയായിട്ട് വന്നു കേട്ടോ. സോ ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. പുള്ളി ആ സമയത്ത് പുള്ളിക്കാരൻ, ഞാൻ അവിടെ ഗ്രീൻ കാർഡ് വാങ്ങിക്കാനായിട്ട്, ഗ്രീൻ കാർഡിന് വേണ്ടിയിട്ട് എനിക്ക് മദ്രാസ് കോൺസുലേറ്റിൽ എനിക്ക് ഇന്റർവ്യൂ അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ്, വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. പുള്ളി പറഞ്ഞു അന്നത്തെ ദിവസം കുറെ തടസ്സങ്ങൾ വരും. പുള്ളി പറഞ്ഞാണ് അന്നത്തെ ദിവസം കുറെ തടസ്സങ്ങൾ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ തടസ്സം, ഇവിടെ ഒരു തടസ്സവും ഇല്ല. അവർ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു, നമ്മളിത് അവിടെ പോകുന്നു, എല്ലാം പക്ഷെ അത് വേറെ ഒരു ഹെൽപ്പ് കിട്ടി, അത് ശരിയാവും കേട്ടോ. വേറെ ഒരു ഹെൽപ്പ് കിട്ടും. ഐ വാസ് നോട്ട് ഏബിൾ ടു, എന്താണ് പുള്ളി പറയുന്നത് പിടി കിട്ടുന്നില്ല. എനിവേ, നടന്ന സംഭവം കൂടെ പറഞ്ഞ് ബ്രീഫായിട്ട് പറഞ്ഞ അടുത്ത് 2 മിനിറ്റ് ഞാൻ നിർത്താം. ഞാനവിടെ ഇന്റർവ്യൂവിന് പോകുന്നതിന്, അപ്പോൾ അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഫീസ്, ആ ഗ്രീൻ കാർഡിനുള്ള ഫീസായിട്ട് അന്ന് $300 എത്രയാണ്. അതിന് അന്നത്തെ റേറ്റ് ഓഫ് കൺവേർഷൻ ഒരു എമൗണ്ട് വെച്ചിട്ട് ഒരു 14,650 അത്രയും വരും. ആ രീതിയിലുള്ള ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് പോകണം. പേയ്മെന്റ് ബൈ ഡ്രാഫ്റ്റ്, ക്യാഷ് അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഡ്രാഫ്റ്റ് എടുക്കുന്നത് 15,000 എടുത്തേക്കാം. ഇനി വല്ല ഫ്ലക്ച്വേഷൻ, ഈ ഫോർ എക്സ്ചേഞ്ച് റേറ്റ് വല്ല ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുറഞ്ഞു പോയെന്ന് പറയുന്നത് പറഞ്ഞാൽ 15,000 ഒരു ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് അവിടെ പോയി. അതിനവിടെ 5 ദിവസമാണ് ഞാൻ താമസിക്കേണ്ടി വരിച്ചാൽ ആദ്യം മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുത്ത് ഡോക്ടറുടെ ക്ലിയറൻസ് വേണം ഈ ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് മുമ്പേ. മറ്റേ എക്സ്റേ എടുക്കണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെല്ലാം അതിൻ്റെ റിപ്പോർട്ട് വരെ 3 ദിവസം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് എൻ്റെ ഇൻ്റർവ്യൂ. ഹോട്ടലെല്ലാം ഞാൻ വെക്കേറ്റ് ചെയ്യുന്ന രാവിലെ എൻ്റെ ലഗേജ് സൂട്ട് കേസോടെ വെച്ചിട്ട് വൈകുന്നേരം ട്രെയിനിൽ നാട്ടിൽ വരാനായിട്ടുള്ള എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ ചെല്ലുന്നു, നേരെ ഇൻ്റർവ്യൂവിൻ്റെ അവിടെ പോകുന്നു. ഇൻ്റർവ്യൂ പോകുന്നതിന് മുമ്പേ ആദ്യം കയറിയപ്പോൾ, നേരത്തെ പോയത് കാരണം കയറിയപ്പോഴവിടെ ആ ഹാളിൽ 100 ചെയറുണ്ട്, മിക്ക സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഫ്രണ്ടിൽ ഉള്ള സീറ്റിൽ നിൽക്കുന്ന ഒരാളെ കണ്ടോണ്ടേ എനിക്ക് അങ്ങയുടെ അപ്പിയറൻസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഞാൻ ഈ പ്രിജുഡീസ് എൻ്റെ ഇതിലൊരു ടോക്കിൽ പറയുന്നത്. ഒരു വല്ലാത്ത താടി, ഇവിടെ നെറ്റിയിൽ ഒരു വലിയൊരു സ്കാർ, ഒരു 38-39 വയസ്സ് പ്രായം വരുന്ന ഒരാളിരിക്കുന്നു. അങ്ങേരുടെ അടുത്ത് ചേര കിടപ്പുണ്ട്. ഞാൻ അങ്ങേരത്ത് പോയി അടുത്ത് പോയി വേറെ മാറിപ്പോയിരുന്നു. ക്രമേണ ആ ഹാളെല്ലാം നിറഞ്ഞു. എന്നെ ഇന്റർവ്യൂ വിളിക്കുന്ന ഒരു 10 മണിക്കാണ്. 10 മണിക്ക് ഞാൻ ചെന്നു, ആ ഒരു പേപ്പറെല്ലാം നോക്കി, ഓക്കെ ഫൈൻ. അവിടെ ചെന്ന് ക്യാഷ് അടച്ചിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് റെസിപ്റ്റ് ആയിട്ട് വരണം ഗ്രീൻ കാർഡിന്. അപ്പോൾ ഞാൻ ക്യാഷ് എടുത്ത് പോകുന്നു, എൻ്റെ ഈ ഡ്രാഫ്റ്റ് എടുത്ത് കൊടുക്കുന്നു. ക്യാഷ് നോക്കിയിട്ട് ദിസ് ഇസ് 15,000, ഇത് ഓൺലി 14,000 ഇത്രയും പറഞ്ഞു. ഗിവ് മീ ദി ഡിഫറൻസ്, എത്ര വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെ തന്നേക്ക്. നോ നോ നോ, വി ഡോണ്ട് ഹാവ് ഇറ്റ്. ഞാൻ പറഞ്ഞു എന്നാ വേണ്ട, എനിക്ക് തരണ്ട എനിക്കിത്. അങ്ങനെ പറഞ്ഞില്ല, ഇറ്റ് ഷുഡ് ബി ദി എക്സാക്ട് എമൗണ്ട് ഇല്ലാത്തടത്തോളം കാലം അത് വേറെ ഇത് എടുത്തോണ്ട് വരണം. എൻ്റെ കയ്യിൽ കാശില്ല. എനിക്ക് അപ്പോഴത്തേക്ക് 14,000 എൻ്റെ കയ്യിൽ ആകെ കൂടി 1,500 രൂപയേ ഉള്ളൂ തിരിച്ചു പോകാനായിട്ടുള്ളതിൻ്റെ. ഹോട്ടലും വെക്കേറ്റ് ചെയ്തു. തിങ്കളാഴ്ച അവധിയാണ് കോൺസുലേറ്റിന്. ഇനി അടുത്ത ഒരു ചൊവ്വാഴ്ച എന്ന് വരണം. ഞാൻ എന്നെ തന്നെ ശപിച്ചു, എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്.
ഇത് വെറുതെ ആ 14,650 ഇനിയിപ്പോൾ നാട്ടിൽ തിരിച്ചു പോയിട്ട് പിന്നെ ഒന്ന് വരണമല്ലോ എന്നുള്ളതൊക്കെ ആലോചിച്ച് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് നേരെ എൻ്റെ അവിടെ ഇരിക്കാൻ പോയാണ് എൻ്റെ നേരത്തെ ഇരുന്ന ആ ചെയർ വേറെ ആരും ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. ആ കൂടി ഒരേ ഒരു സീറ്റേ ഉള്ളൂ ഒഴിഞ്ഞടക്കുന്നത്, ഈ പറഞ്ഞ ഈ കക്ഷിയുടെ അടുത്താണ് ഇരിക്കുന്ന സീറ്റ്. അപ്പൊ എന്നെ പോലെ വേറെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കണം ആ സീറ്റ് മാത്രം ഒഴിഞ്ഞടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നു വെച്ചാൽ ഇതെല്ലാം വീണ്ടും തിരിച്ച് അടുക്കി ഇതിനകത്ത് വെക്കണമല്ലോ കൊണ്ടുപോകാനായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം. അങ്ങനെ അടുക്കി വെച്ചിരുന്നപ്പോൾ പുള്ളിക്കാരൻ പതുക്കെ എൻ്റെ ചെവിയിൽ ചോദിക്കാണ് വാട്ട് ഹാപ്പൻഡ് എന്ന്. അയാൾ ചോദിക്കാണ് വാട്ട് ഹാപ്പൻഡ്. ഞാൻ ആ കൂടി വല്ലാത്ത അനോയ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് മുഖത്തില്ല. വാട്ട് ഹാപ്പൻ? ഐ ഡിഡ് എ സ്റ്റുപ്പിഡ് തിങ്. I took a draft for 15,000 and they want 14,650 എന്ന് പറയും. ഒന്ന് അയാൾ പറയുന്നത് എൻ്റെ അടുത്ത് there is a IOB, Indian Overseas Bank outside. Go and get that one. ഞാൻ പറഞ്ഞു I don't have the money. എൻ്റെ കാശില്ലല്ലോ എടുക്കണമെന്നുണ്ടെങ്കിൽ. അതെ എന്ന് പറഞ്ഞുതന്നെ ഇനിയാണ് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം. ഇവിടെയാണ് നമ്മുടെ ഇദ്ദേഹം ഈ നന്ദകുമാർജി ആ പറഞ്ഞത് അവിടെ വരുന്നത്. തടസ്സം വന്നു. പുള്ളി നേരത്തെ പറഞ്ഞെന്താണ് തടസ്സം വന്നു. ഈ അടുത്തിരുന്ന ഇങ്ങനെ സ്ട്രേഞ്ചറാണ്, പക്ക സ്ട്രേഞ്ചർ. 2000 15,000 രൂപ വലിയൊരു എമൗണ്ട് ആണ്. പുള്ളിക്കാരൻ്റെ പാൻസിനകത്ത് കൈയിട്ടിട്ട് ഒരു 3 കെട്ട് നോട്ട് എടുത്ത് എന്നെ തരികയാണ്. Here is 15,000. Go and tell them that you will get the draft and come in the afternoon. ഞാൻ എക്സൈറ്റഡ് ആയിട്ട് അങ്ങേന്റെ പേര് നാളെ ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ ഇതും കൊണ്ട് നേരെ കാശത്ത് പറഞ്ഞ് യെസ് ഐ വിൽ ബ്രിങ് ദാറ്റ് ഡ്രാഫ്റ്റ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി IOBന്ന് ഡ്രാഫ്റ്റ് ഒക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നു, അത് കൊടുത്തു. എന്നിട്ട് ഈ കക്ഷി കാണുന്നില്ല. ഈ കക്ഷി കാണുന്നില്ല. അയാളുടെ പേര് പറഞ്ഞുകൂടാ. ഞാൻ കടമാണ് എനിക്ക് 15,000 രൂപ. ഞാൻ പിന്നെ അവിടെ കാത്തിരിക്കുകയാണ്. ഒരു 4:15 ഇയാൾ കയറി വരുന്നു. അയാൾ ചോദിച്ചു ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഞാൻ പറഞ്ഞു കിട്ടും. ഓക്കെ. അപ്പം അയാളും ഒരു ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് അയാൾ കളക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാൾ വന്ന് ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു ഐ എം വെരി താങ്ക്ഫുൾ ടു യു. ഐ ഡിഡ്ന്റ് ഈവൻ ആസ്ക് യുവർ നെയിം. ആരാണ്? അങ്ങയുടെ പേര് സുബൈർ കേട്ടോ, സുബൈർ. അയാൾ ഹൈദരാബാദിൽ നിന്നുള്ള കക്ഷിയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു എക്സ്ട്രീംലി താങ്ക്. വാട്ട് മേഡ് യു ട്രസ്റ്റ് മീ? വിശ്വസിച്ച് ഒരു 15,000 രൂപ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് തരികയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് കേട്ടോണ്ട് എനിക്ക് അതോടെ ഐ ഫെൽറ്റ് അഷേംഡ്. പുള്ളി പറഞ്ഞാണ് when I looked at your face, you told me that you are a honest man. You are a honest man. അപ്പം ഞാൻ വിചാരിച്ചേടാ എൻ്റെ മുഖം കണ്ട് ഞാൻ ഹോണസ്റ്റ്, പക്ഷെ ഇയാളുടെ ഹോണസ്റ്റി ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ അയാൾ എത്ര ഇതാണെന്നുള്ളത്. അയാളെ എൻ്റെ മുഖം കണ്ടിട്ട് അയാൾ റീഡ് ചെയ്തു, ഞാൻ അയാൾ റീഡ് ചെയ്യാൻ വിട്ടുപോയി. എന്നിട്ട് അവസാനം എങ്ങനെ പൈസ അടയ്ക്കണം അയാൾ പറഞ്ഞു ആ തിങ്കളാഴ്ച അയാൾ പോവാണ്. എൻ്റെ ബ്രദറുണ്ട്, അങ്ങേർക്ക് അയച്ചു കൊടുത്താൽ മതി, ഇതായിട്ട് ചെക്കോ ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്താൽ മതി. ഞാൻ ഇത്രയും പറഞ്ഞു വന്ന പോയിന്റ് ഈ നന്ദകുമാർജി ഇത് പറഞ്ഞ ഇതായത് കാരണം ഞാൻ സന്തോഷിച്ചിട്ട് വീണ്ടും നന്ദകുമാർജിയെ വിളിച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ സെക്കൻഡ് ടൈം ചെന്ന് ഈ സംഭവം നടന്നതിനെയും ഞാൻ നറേറ്റ് ചെയ്തു. അങ്ങനെ അതുകൊണ്ട് അതൊരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാനിത് ഇതിൽ വന്ന് ജോയിൻ ചെയ്യണമെന്ന് തോന്നും. ബാക്കിയുള്ളവർക്ക് വല്ലതൊക്കെ എന്ത് പറയാനുണ്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ നല്ലൊരു വിവരണമായിരുന്നു. ഏറ്റവും അടുത്ത ആളെ തന്നെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ചു കഴിയുമ്പോൾ TV ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്താണ് ഇദ്ദേഹത്തിനെ ഈ അസ്ട്രോണമി പഠിക്കാൻ പ്രേരിപ്പിച്ചതെന്ന്. അദ്ദേഹത്തിന്റെ അങ്കിള് വളരെ റിച്ചായ ഒരാളായിരുന്നു. ഏതോ ഒരാള് ഇദ്ദേഹത്തിന്റെ കൈ നോക്കിയിട്ട് ജാതകം നോക്കിയിട്ടാണ് പറഞ്ഞു അവസാനം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മരിക്കേണ്ടി വരുന്നൊരു രോഗം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആരും വിശ്വസിച്ചില്ല. കാരണം ഇയാൾ വളരെ കാശുള്ള ആളാണ്. ജീവിതത്തിന്റെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഒരു മാനസിക പ്രശ്നം ഉണ്ടാവുകയും വീട് വിട്ട് പോവുകയും എവിടെയോ പോയി കിടന്ന് ആരോ അറിയാതെ വഴിയിൽ മരിച്ചു കിടന്നതാണ് പുള്ളി ഇത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഇത് പഠിച്ചതാണ് ഒരിക്കൽ TV പറയുന്നുണ്ട്. എന്റെ ഓർമ്മ അങ്ങനെ ശരിയാണ്. നമുക്ക് ഡോക്ടർ അനിൽകുമാറിലേക്ക് പോകും. ഡോക്ടർ അനിൽകുമാർ അഡ്മിറ്റ് ചെയ്യാമോ? എന്താ പറയാ, ഒന്നും പറയാനില്ല. എൻ്റെ ഒരു ചിറക് അരിഞ്ഞ പോലുണ്ട്. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 27 കൊല്ലത്തെ ബന്ധമാണ്. 27-28 കൊല്ലത്തെ ബന്ധമാണ്. 97 തൊട്ടുള്ളൊരു ബന്ധമാണ്. പല കാര്യങ്ങളും ഒന്നിച്ച് സഹകരിക്കാൻ. അന്ന് അദ്ദേഹം വലിയ ആസ്ട്രോളജി ഒന്നും ആയിട്ടില്ല. ഞാൻ താമസിക്കുന്നത് കിഴക്കേക്കോട്ടയിലെ ട്രാൻസ്പോർട്ട് അതിനുള്ള ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ദിവസം പിടിച്ച് കഴിയുമ്പോൾ ഞാനും അദ്ദേഹവും
കൂടെ ഒരു ഗോപാലകൃഷ്ണ സാറുണ്ട്, ഇപ്പൊ IPS കിട്ടിയിട്ട് റിട്ടയർ ചെയ്ത ഒരാളുണ്ട്, ഗോപാലകൃഷ്ണൻ. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ചെന്നിങ്ങനെ ഇരിക്കും. ദിവസം എന്നുള്ള കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യും. എനിക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും കാണുമായിരുന്നു. പിന്നെയാണ് അദ്ദേഹം ഈ ആസ്ട്രോളജിയിലോട്ട് കൂടുതൽ വന്നത്. അപ്പൊ അന്നും അദ്ദേഹം എനിക്ക് ഓരോ വഴികൾ പറഞ്ഞു തരും. ആ വഴികളനുസരിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി. ഈവൻ എൻ്റെ പറയുന്ന ഓരങ്ങളും ഇപ്പൊ നേരത്തെ നമ്മുടെ വേണു സാറ് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും പറയുന്നത് ഒരാളങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡേറ്റ് ഓഫ് ബർത്ത് പോലും കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ പറയുന്ന സ്ഥിതിയായി അവസാനം. അദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞ ഡേറ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ആദ്യത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാർ എടുക്കാൻ പോകുന്നു, ഇന്ന കാർ എടുക്കുമെന്നൊരു പറഞ്ഞു. കാർ എടുത്തു. കാറിന്റെ നമ്പർ പോലും സാറാണ് നിശ്ചയിച്ചത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഖാദി ബോർഡിൽ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു കാർ. അപ്പൊ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാ കൊള്ളാനില്ലേ, മുമ്പിലോട്ട് പോട്ടെ. അവസാനം ഒരു ഫാമിലി മൊത്തം എന്റെ പേഷ്യൻസ് ആണ്. അദ്ദേഹത്തിന്റെ മദറിനെ ഞാൻ രക്ഷപ്പെടുത്തിയാണ്. എന്നുണ്ടെങ്കിലും അവസാനം ഹോമിയോപ്പതിയിൽ നമ്മൾ IFPH വിളിച്ചപ്പം അദ്ദേഹം ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ വന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യം വന്നതാണ്. വരുമ്പോഴെല്ലാം നമ്മളടുത്ത് പറയുന്ന ഒരു കാര്യം, ലോബിയിങ്. നിങ്ങൾ ലോബി ചെയ്യണം, ഇങ്ങനെ ഇരുന്നാ പോരാ, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ കയറി പിടിച്ചടക്കണം എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോ ഓരോ സ്ഥലത്തും പോയി പിടിച്ചടക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശപ്രകാരമാണ്. ഇപ്പൊ ഈ സുഖമില്ലാതായ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഞാൻ കോമയായതിനു ശേഷമാണ് കാര്യം അറിയുന്നത്. നമ്മുടെ അടുത്ത് ഈ കാര്യം ഡിസ്കസും ചെയ്തിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആരെ അകത്ത് കയറ്റില്ലായിരുന്നു. ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനും നിസ്സഹായനായി. ഇപ്പൊ ഹോമിയോപ്പതി മെഡിസിൻസൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ കൊടുത്തു, ഒന്നും വർക്ക് ചെയ്തില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന് അത്രേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയുക, എനിക്കൊന്നും ഒരു മറുപടി. ഞാൻ ഉച്ചയ്ക്ക് ഞാനും കിരണും കൂടെ അവിടെ പോയിരുന്നു. ഞങ്ങൾ വീട്ടിൽ കൊണ്ട് സമർപ്പിച്ചു. ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹം സത്യം പറഞ്ഞാൽ എന്റെ 2 ക്ലിനിക്ക് റെനോവേഷൻ കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തത് തന്നെ അദ്ദേഹമാണ്. എന്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. പരീക്ഷ സാറ് പറഞ്ഞ പോലെ നമ്മുടെ IFPH പോലും ഒരു വലിയ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സുഖമില്ലാതായത് മെയ് 1st വീക്കിലാണ്. അതിനൊരു 2 മാസത്തിന് മുമ്പേ എനിക്ക് തോന്നുന്നു ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ നോക്കിയപ്പോൾ നന്ദ സാറാ വിളിക്കുന്നത്. അനിലെ, ഞാൻ ശാരദാകൃഷ്ണ ഹോമിയോ കോളേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എന്നെ വണ്ടി ഒന്ന് വിളിച്ചോണ്ട് പോയി. ഞാൻ എന്താണ് സാറേ കാര്യം? അതിങ്ങനെ അവിടെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ്. പോയിട്ട് രസമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അറിഞ്ഞത് അവിടെ പോയി എന്റെ പേരൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊരു ഉഗ്രം പ്രസംഗം 1 മണിക്കൂർ നടത്തി എന്നാണ് അറിഞ്ഞത്. തിരിച്ചു വന്നിട്ട് പറഞ്ഞു എന്തായാലും ഞാൻ ഭംഗിയായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിത്വം നമുക്ക് എന്തായാലും എന്താ പറയാ, അതിന് പകരമായിട്ട് ഊന്നിക്കാൻ ഒരാളെ കിട്ടത്തില്ല. ഹോമിയോപ്പതിക്ക് സത്യം പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് ഒരു വലിയ തീരാ നഷ്ടമാണ് സത്യം പറഞ്ഞാൽ. IFPH ഭയങ്കര നഷ്ടമാണ്. അന്ന് ഹയാത്തിൽ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു അസൗകര്യം കൊണ്ടാണ് അന്ന് വരാത്തത്. അല്ലെങ്കിൽ അന്നും അദ്ദേഹം വന്ന് നമുക്ക് വേണ്ടി സംസാരിച്ചാൽ. വേറൊന്നും പറയാനില്ല, കാരണം പറയാൻ വാക്കുകളില്ല. ഇത്രയും പറഞ്ഞോണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഓക്കെ, ഡോക്ടർ അനിൽ പറഞ്ഞ പോലെ വളരെ എനിക്കൊന്ന് 30 വർഷം മുമ്പാണ് IHK ക്ലാസ് നന്ദകുമാർ സാർ അദ്ദേഹം എടുപ്പിച്ച് ഡോക്ടർ അനിൽകുമാറാണെന്ന് അതിന് എഫേർട്ട് എടുത്താണ് എൻ്റെ ഓർമ്മ. ഡോക്ടർ അനിൽ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എഫർട്ട് എടുത്തിട്ടാണ് വന്നത്. ഓരോ പ്രാവശ്യം ആദ്യം സത്യം സൂം ഓൺ ചെയ്യുമ്പോൾ കിട്ടുന്നില്ലായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. വന്നിട്ട് നമ്മളെ ഓരോരുത്തരും പ്രൊമോട്ട് ചെയ്യായിരുന്നു. അതായത് നമ്മളെ എന്താ പറയാ, ഒരു വൈറ്റൽ ഫോഴ്സ് തരികയാണ് സത്യം. വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഊർജം വരികയാണ്. ഞാൻ പണ്ട് IHK ക്ലാസ്സിലും ഒരിക്കൽ IHK നേസന്റ് അക്കാഡമിയുടെ ക്ലാസ്സിൽ ഞാൻ ഒരിക്കൽ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇല്ല, IHK ക്ലാസ്സിലുണ്ട്. IHK ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുണ്ട്. മനോജ് ഡോക്ടർക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. കാരണം വിളിച്ചു കഴിഞ്ഞാൽ അതിനെന്താ ഞാൻ വരാമെന്ന് പറയും ഇവിടെ. അത് ഒരു മനുഷ്യനും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞ. എന്താ പറയുക, എന്നിപ്പോ വീട്ടുകാരെ കണ്ട അവരെല്ലാം എന്നെ കൈ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എനിക്കൊന്നും പറയാനില്ല, എന്ത് പറയാനില്ല. ആള് പോയി. ഇനിയിപ്പോ മെയ് 16-ാം തീയതിയാണ് സെറിബ്രൽ ഹെമറേജ് മെയ് 6-ാം തീയതി അല്ലേ? മെയ് 6-ാം തീയതി ഹോസ്പിറ്റലിൽ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലുകാര് ഓപ്പൺ ചെയ്തപ്പോൾ പ്രശ്നം. വെറും 4 മില്ലിമീറ്ററുള്ള ഒരു ക്ലോട്ടേ ഉള്ളായിരുന്നു. സർജറി കഴിഞ്ഞ് പോലീസ് കേസ് കൊടുത്തിരിക്കില്ല, മെഡിക്കൽ നെഗ്ലിജൻസ്. അത് 16-ാം തീയതിയാണ്. അതായത് എല്ലാം കൂടെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസൊക്കെ ആയി ഭയങ്കര പ്രശ്നങ്ങളായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ പോയിരുന്നു. ഇപ്പൊ ഒരു 2 ആഴ്ചക്ക് മുമ്പേ കാണാൻ പോയപ്പോ രസം എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ആർമിക്കൊക്കെ ഒന്ന് മണപ്പിച്ചിരുന്നു.
എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നു. ഉം. അപ്പോഴും ഞാൻ വിചാരിച്ചില്ല അദ്ദേഹം പോകുന്നു. എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം ഈ ട്രക്കോസ്റ്റമി ട്യൂബ് ഇട്ടിരിക്കുന്നതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ കൈ പിടിച്ചു വെച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ ആരെയും കേട്ടുന്നില്ല. കംപ്ലീറ്റ് വിസിറ്റേഴ്സ് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പൊ അവർക്ക് എന്റെ അടുത്തുള്ള ബന്ധം അറിയാവുന്നത് ബാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചകത്തുള്ളൂ. വൈഫാണ് കൊണ്ടുപോയി ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്ക് നന്ദകുമാർ സാറൊന്ന് വിളിച്ചപ്പോ തന്നെ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ തല തിരിച്ചിട്ട് കൈ ഷേക്കാൻ തോന്നി. അപ്പോഴും ഞാൻ വിചാരിച്ച ദൈവമേ രക്ഷപ്പെട്ടു, അദ്ദേഹം ഉണർന്ന് വരുമായിരിക്കും. പക്ഷെ എന്തോ ആയുസ് അത്രേ ഉള്ളായിരിക്കും. അല്ലാതെ ഞാൻ എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ IFPHനുള്ള കടപ്പാടെന്ന് പറയുന്നത് നമുക്ക് എന്താ വാക്കുകളിലൂടെ തീരില്ല. അത്രയ്ക്ക് ഭയങ്കര കടപ്പാടാണ്. അദ്ദേഹത്തിന്റെ പഴയ വീഡിയോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തതിൽ കാണും, എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എനിവേ താങ്ക് യു വെരി മച്ച്. ആത്മാവിന് എത്തിച്ചാൽ നേരം നമുക്ക്. സേട്ട് സാറേ, സാർ അൺമ്യൂട്ട് ചെയ്യണം സാറേ. ആ കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഞാൻ താമസം കേട്ടോ ഈ പ്രഭാഷണങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഞാനിപ്പോഴാണ് കേട്ടത്. അതെ, വ്യക്തമായ രൂപത്തിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതിനെപ്പറ്റി. നമ്മുടെ ഇടയിൽ വന്ന് നമ്മളോട് ഒരു സഹവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉപദേശം തന്നിട്ടുണ്ട്. ഹോമിയോപ്പതിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ സന്മനത്തോടെ മനസ്സിലായിരുന്നു. നേരിട്ട് വലിയ അടുപ്പം ഞാനില്ലെങ്കിൽ തന്നെയും ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വേറെ അങ്ങനെ പറയണമെങ്കിൽ പറയട്ടെ കേട്ടോ. അതെ സാർ. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിവുള്ളവര് പറയുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ സാർ, ഓക്കെ. അതെ, അദ്ദേഹം ഡയറക്ടർ, കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരുന്നു, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരുന്നു, കുടുംബശ്രീ ഡയറക്ടർ ആയിരുന്നു, സിവിൽ സപ്ലൈസ് ഡയറക്ടർ ആയിരുന്നു. ഇതെല്ലാം തന്നെ സാധാരണ ജനങ്ങളുമായിട്ട് ധാരാളം ബന്ധമാണ്. പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസ് നമുക്ക് അറിയാമല്ലോ, കുടുംബശ്രീ സിവിൽ സപ്ലൈസ് കേരളത്തിലെ 90 ലക്ഷത്തോളം റേഷൻ കാർഡുണ്ടെന്നാണ് കണക്ക്. അപ്പൊ അത്രയും വലിയൊരു സാധാരണ ജനങ്ങളുടെ ബന്ധമുള്ള വകുപ്പാണ്. അതിന് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പബ്ലിക് കോൺടാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞ പോലെ ഹോമിയോപ്പതി നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കിരൺചന്ദ് IFPH സെക്രട്ടറി കിരൺചന്ദ്. ഓക്കെ. എൻ്റെ കുട്ടിക്കാലത്ത് സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ലഭിച്ച പുണ്യം എൻ്റെ കുടുംബാംഗമാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ കുടുംബത്തിലേക്ക് വന്ന ആളാണ്. മാമിയുടെ ഹസ്ബൻഡാണ്. അങ്ങനെ കുട്ടിക്കാലങ്ങളിൽ വീടുകളിൽ കൊണ്ടുപോയുള്ള പരിചയമുണ്ട്. പിന്നെ വളർന്നപ്പോഴും പെങ്ങളുടെ കല്യാണമൊക്കെ അറിയിക്കാൻ വന്നിരുന്നു. എന്തായാലും എന്താ പറയുക, സംഭവിച്ചു. എല്ലാം ദൈവത്തിന്റെ വിധി. ഇന്ന് നമ്മൾ പോയിരുന്നു, അവിടെ കണ്ടു. IFPHന് വേണ്ടിയിട്ട് റീത്ത് സമർപ്പിച്ചു, പ്രാർത്ഥന അർപ്പിച്ചു. എന്തായാലും മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ കേസ് ഉണ്ട്. എന്താ സാർ? അങ്ങനെ ചിത്രം കാണിക്കണേ, ഫോട്ടോയെ ഫോട്ടോ ഒന്ന് കാണിക്കണം. അതെ, ഗ്രൂപ്പിൽ ഉണ്ടാകും സാർ, വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പിൽ അയക്കാം സാർ, ഗ്രൂപ്പിലിട്ടോ, അഡ്വൈസറിയിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് നിലനിൽക്കുന്നു. അതിൽ IFPHന് എന്തെങ്കിലും അത് കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് എന്തെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനായിട്ട് അറിയില്ല. അത് അവരുടെ അനുവാദത്തോടു കൂടി നമുക്ക് സഹകരിക്കണമെങ്കിൽ സഹകരിക്കാം. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ കിരൺ പറഞ്ഞത്. ഇതൊരു മറ്റൊരു സ്ഥലത്താരും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇതിപ്പോ ഒരു ഹോസ്പിറ്റലിൽ കിടന്നു, നെഗ്ലിജൻസ് ഉണ്ടായി, മരിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് പത്രങ്ങളിൽ വാർത്തകളൊന്നും വരാറില്ല. ഇത്രയും പ്രമുഖനായ വ്യക്തിക്ക് അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും. വിജിലൻസ് കേസ് വന്ന ഒരു വാർത്ത ഒരു ദിവസം വന്നു, പിറ്റേ ദിവസം ഏഷ്യാനെറ്റ് അതിനെ കുറിച്ച് ഒരുപാട് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ അതിനെ കുറിച്ച് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും നിങ്ങളവിടെ പോയി IFPHന് വേണ്ടി പറഞ്ഞ റീത്ത് വെക്കുകയും ചെയ്തു. വലിയൊരു കാര്യമാണ് ചെയ്തത്. ഷബീഖ് ഡോക്ടറെ ദയവായി എല്ലാവരും സംസാരിക്കണം രീതിയിൽ അപേക്ഷിക്കുകയാണ്. ഷബീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ?
കേൾക്കാം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്താണെങ്കിലും നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു എന്നുള്ളതാണ് പുള്ളിയെക്കുറിച്ച്. ഞാൻ പുള്ളിയെ പരിചയപ്പെട്ടത് അനിലിന്റെ വീട്ടിൽ വെച്ചാണ്. പക്ഷെ ഒരു തവണ സംസാരിച്ചെങ്കിലും അന്ന് അപ്പൊ തന്നെ പുള്ളിയുടെ സിമ്പിൾ ആയിട്ടുള്ള പെരുമാറ്റം നമ്മൾ കണ്ടു പഠിക്കേണ്ടതുണ്ട് ഒരുപാട് പുള്ളിയിൽ നിന്ന്. കാരണം ഞാൻ ആ ഫംഗ്ഷന് പോയപ്പോ എന്നെ പിടിച്ച് അടുത്തിരുത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വലിയ പോസ്റ്റിൽ ഇരുന്നാൽ പോലും ആ ഒരു ഇതില്ല. ജനങ്ങളുടെ അടുത്തെല്ലാം നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അല്ല, PRD ഡയറക്ടറായിട്ട് ഇരിക്കുമ്പം ഒന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന എനിക്ക് പരിചയമുള്ള കണിയാടത്തുള്ള ഒരു ഫിറോസിക്ക ഉണ്ട്. അപ്പൊ പുള്ളിയും സാറിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഒരു സുപ്പീരിയർ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ആരെയും ഹരാസ് ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. അതൊക്കെയല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ ഇത് അത്യാഹിതം എന്നേ പറയാൻ പറ്റൂ. കാരണം യഥാർത്ഥത്തില് ഒരു ട്രീറ്റ്മെന്റിൽ വന്ന് പെശ കൊണ്ട് പറ്റിയതായതുകൊണ്ട് നമുക്കെല്ലാം അത് ആ രീതിയിലേ കാണാൻ കഴിയും. അല്ലെങ്കിൽ അന്നും അദ്ദേഹം നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു. എന്താണെങ്കിലും എന്തോ പുള്ളിയുടെ ഒരു വിധിയാണ്, എന്തോ ഒരു ഹതഭാഗ്യം കൊണ്ടാണ് ഹോമിയോ സിസ്റ്റം സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത എന്ത് രീതിയിലാണെങ്കിലും അതൊരു വല്ലാത്തൊരു പരീക്ഷണമായി പോയി. എന്താണെങ്കിലും അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ രീതിയിലും പുള്ളിക്ക് നല്ലൊരു ലോക ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സമ്മതനായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാം കൊണ്ടും ദൈവം അദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും അവിടെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഓക്കെ, എന്തായാലും അദ്ദേഹം നേരിട്ട് കാണാൻ അവസരം ഉണ്ടായി. വേണുഗോപാൽ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? വേണുഗോപാൽ ഡോക്ടറെ. ഹലോ, കേൾക്കാം, പറയൂ, കേൾക്കാം. ഹലോ മനോജ് ഡോക്ടർ. ഞാൻ ഇപ്പോഴാണ് ഇതിനകത്ത് കയറാൻ പറ്റിയത്. പിന്നെ എന്തായാലും ഒരു വല്ലാത്തൊരു നിയോഗം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കാലത്തിലുള്ള അതും ഒരു ഒരു എന്താ പറയുക, അതൊരു വല്ലാത്തൊരു എന്ന് വെച്ചാൽ ഒരു യാതൊരു വിധത്തിലും ഇപ്പൊ മരിക്കേണ്ട ആളല്ല എന്ന് തോന്നിപ്പോയി. കാരണം ഞങ്ങൾ ഇവിടെ കോളേജിലൊരു ഫംഗ്ഷന് വേണ്ടി വന്നിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല, OP ദിവസമായിരുന്നു. എങ്കിലും ഞാൻ ജസ്റ്റ് ആ സമയത്തൊന്ന് പോയി കണ്ടിരുന്നു. അപ്പൊ അവിടുത്തെ ഈ ഗ്രാജുവേഷൻ ഡേക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പൊ എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഹോമിയോപ്പതി ഇത്രയും സ്നേഹിക്കുന്ന, അത് ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റേജിൽ തുറന്നു പറഞ്ഞു. എല്ലാവരും വളരെയധികം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഈ അടുത്തിടയ്ക്കാണ് ഈ ന്യൂസ് അറിഞ്ഞത്. ഞാനത് അറിഞ്ഞത് ഡോക്ടർ മോഹൻ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടാണ്. ഇങ്ങനെ നമ്മുടെ ഇവിടെ വന്ന ഗസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അവിടെ ഹോസ്പിറ്റലിൽ പരിശോധിക്കാൻ കൊണ്ടുപോകാമെന്ന് അറിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. പിന്നെ അതിൽ നിന്ന് കുറച്ചങ്ങ് പുള്ളി ഒന്ന് രക്ഷപ്പെട്ടു വന്നു. വീണ്ടും ഇപ്പൊ ഈ ന്യൂസ്, സാഡ് ന്യൂസ് കേട്ടു. എന്തായാലും ഇതൊക്കെ നിയോഗം തന്നെ, അല്ലാതെ എന്ത് പറയാനാണ്. ഹോമിയോപ്പതി അത്രയും സ്നേഹിച്ച് എങ്ങനെയാണ് ഇദ്ദേഹം അവിടെ ചെന്ന് പെട്ടതെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഒരു നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം. എന്തായാലും നമുക്ക് ഈ സമയത്ത് അതിൽ അനുശോചനം രേഖപ്പെടുത്താനല്ലാതെ മറ്റൊന്നും കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. താങ്ക് യു. ഓക്കെ ഡോക്ടർ, എന്ത് വിഷയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കോളേജില്? കോളേജിൽ അദ്ദേഹം പ്രധാനമായിട്ട് ഹോമിയോപ്പതി കൊണ്ടുള്ള അനുഭവങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിന് പല അവസരത്തിലും ഇങ്ങനെ ഹോമിയോപ്പതി കൊണ്ട് കിട്ടിയ അനുഭവങ്ങളും അതാണ്. എനിക്ക് ഫുള്ള് കേൾക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് നോക്കാനേ പറ്റൂ. കാരണം നമുക്കന്ന് OP ദിവസമായിരുന്നു, അന്ന് മോഹൻ ഡോക്ടർ സ്റ്റേജിലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി നമ്മളൊരു 5-20 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചുപോയി. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ആ കേട്ട ഭാഗം വെച്ചാണ് ഞാൻ പറഞ്ഞത്. കേട്ടത്തോളം ഭാഗം വെച്ച് ഇദ്ദേഹം ഹോമിയോപ്പതി ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, AS കേഡറുള്ള ഉദ്യോഗസ്ഥന്റെ ആ ഒരു വാർത്ത എല്ലാവർക്കും വളരെയധികം
പ്രചോദനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോ കയറിയത്. ഓക്കെ, നന്ദി. കാരണം ഇപ്പോ അനിൽ ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചാണ് ഇത്ര പ്രധാനപ്പെട്ട നമ്മൾ അതിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ലല്ലോ എന്ന്. എന്തായാലും പറഞ്ഞ നന്നായി. ജയചന്ദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യൂ. ആ ആ ആ ആ ആ എല്ലാവരും അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം പറയുമ്പോൾ എനിക്കും ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ. പുള്ളിക്ക് അസ്ട്രോളജി അറിയാമെന്ന് ഞാൻ TV വഴി കണ്ടപ്പോഴത്തേക്ക് ഞാനും വൈഫും കൂടി പുള്ളിയുടെ വീട്ടിൽ പോയി. എൻ്റെ മക്കളുടെ കല്യാണ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് പോയത്. പുള്ളി മക്കളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ ജാതകമൊക്കെ നോക്കിയിട്ട് പുള്ളി മക്കളുടെ വിവാഹ കാര്യവും പഠിത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ അതേപോലെ തന്നെ നടക്കുകയുണ്ടായി. പിന്നെ എനിക്കുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, പുള്ളി കളക്ടറായിരുന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ പുള്ളിയുടെ ഓഫീസിൽ പോയി. നേരിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടായി. പുള്ളി ഉടൻ തന്നെ എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഒരു ഓർഡർ എഴുതി തഹസീൽദാരെ ഏൽപ്പിച്ച് ആ പ്രശ്നം കൈകാര്യം സോൾവ് ചെയ്ത് തന്നു. ചിരിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. പല സന്ദർഭങ്ങളും പലപ്പോഴും വെച്ച് കണ്ടിട്ടുണ്ട്, വിഷ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ടെന്നിരുന്നാലും ചിരിച്ച മുഖത്തോടെ മാത്രമേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ഒരു ദേഷ്യഭാവമോ ഒരു ഉപേക്ഷ വിചാരിക്കുന്ന ഭാവമോ വർത്തമാനമോ ഒന്നുമില്ല. പരിചയപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ ഇടയ്ക്ക് അദ്ദേഹത്തെ ഒരു കാലത്തും മറക്കാൻ വയ്യാത്ത ഒരു വ്യക്തിയാണ്. എല്ലാവരും അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കും ഇങ്ങനെ ഒന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വന്നതാണ്. അദ്ദേഹത്തിന് നല്ല 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 അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. അദ്ദേഹം നമ്മുടെ IFPH വന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളതൊക്കെ ഒരു ദിവസം ഒന്ന് സ്ക്രീനിലിട്ടാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, എന്തായാലും ഡോക്ടർ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. എന്തായാലും അത് വളരെ നല്ലൊരു അനുസ്മരണം ഡോക്ടർ നടത്താൻ കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ ആത്മാവിന് നിത്യശാന്തി നേരാൻ തന്നെ മാത്രമേ കഴിയുള്ളൂ. വളരെ നന്ദി ജയചന്ദ്രൻ ഡോക്ടറെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ജയചന്ദ്രൻ ഡോക്ടറെ പറയാനായിട്ട്? വേറെ പ്രത്യേകമായിട്ടില്ല. പിന്നെ ഞാനും വൈഫും കൂടെയാണ് അദ്ദേഹത്തെ കാണാൻ പോയത്. അന്ന് പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതിപ്പോ പരസ്യമായിട്ടൂടെ പറയാൻ വയ്യ, ഇനി കാണുമ്പോൾ പറയാം. ഓക്കെ, ശരി. ഓക്കെ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ ഓരോ ശാസ്ത്രങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആര് ചെയ്യുന്നു എന്നുള്ളത് സമൂഹം നോക്കുന്നുള്ള വ്യക്തമാണ്. ഇപ്പൊ ഹോമിയോപ്പതിയുടെ സ്പേസ് അവിടെയാണ്. ഹോമിയോപ്പതിക്കാർ വളർന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയും വളരും എന്നുള്ളത് തന്നെയാണ്. ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന റെസ്പെക്ട് കാരണമാണ്. ശാസ്ത്രം മോശമായിട്ടല്ല, അല്ല, ഹോമിയോപ്പതി പുള്ളി തന്നെ. ദൂരദർശന പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ പുള്ളിയുടെ ആരോഗ്യസ്ഥിതി പറഞ്ഞിട്ട് ഞാൻ ഇന്ന മരുന്ന് കഴിക്കുകയാണ്, അത് തന്നെ തുടരട്ടോ സാറേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് തന്നെ തുടരും, അത് നല്ല മരുന്നാണ്, അത് തന്നെ കഴിക്കുക എന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. ഇപ്പോഴത്തെ ഒരുപാട് അറിവുള്ളവർക്ക് ഹോമിയോപ്പതി മനസ്സിലാവും എന്നുള്ളതാണ് അതിന്റെ വേറൊരു വസ്തു. ഇതിൽ നിന്ന് നമ്മൾ എത്തുന്ന തീരുമാനം. ഓക്കെ, നന്ദി ഡോക്ടറെ. ശൈല ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നന്ദകുമാർ സാറിനെ ഏതാണ് ഔദ്യോഗിക നിലകളിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഞാന് പരിചയപ്പെടാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇത്രയൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു IAS ഉദ്യോഗസ്ഥനെ എത്ര ലളിതമായിട്ടാണ് എല്ലാവർക്കും പോയി പരിചയപ്പെടാനും കൂട്ടുകൂടാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ കഴിഞ്ഞത്. അതുപോലെ ആസ്ട്രോളജി എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതൊരു നഷ്ടബോധം പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് ഇത് കേട്ടപ്പോ തോന്നിയത്. ഇത്രയും മറ്റുള്ളവരോട് അടുപ്പം കാണിക്കുന്ന ഒരു സ്വഭാവം പരീത് ബാവഖാൻ സാറും അനിൽകുമാർ ഡോക്ടറും ഒക്കെ വളരെ സെന്റിമെന്റൽ ആവുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അപ്പൊ അത്രത്തോളം ലളിതമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ 1000 എപ്പിസോഡിന് മുമ്പാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അന്ന് ഞാനത്ര സജീവമായിരുന്നില്ല.
അതിനുശേഷം വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇത്രയും വലിയൊരു മനുഷ്യനാണല്ലോ ഇങ്ങനൊരു അവസ്ഥ അവസാനം വന്നതും അതിൽ അങ്ങേയറ്റം വിഷമം തോന്നുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓക്കെ, ആയിരുന്നല്ലോ, വളരെ നേരത്തെയാണ്, ഏതാണ്ട് തുടക്കകാലത്താണ് അദ്ദേഹം വന്നിരുന്നത്. ആദ്യമാണ്, ഇപ്പോഴൊന്നും അല്ല ഡോക്ടറെ. അതിനുശേഷം അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടാണല്ലോ, അതായിരിക്കും ഒരുപക്ഷെ വരാത്തത്. ദയവായിട്ട് എല്ലാവരും ആരെങ്കിലും ഇദ്ദേഹത്തോട് വ്യക്തിപരമായ അടുപ്പം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യം ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഈ MN ശശി, അദ്ദേഹം സ്ഥിരം കയറുന്ന ഒരാളാണല്ലോ. അൺമ്യൂട്ട് ചെയ്യാമോ, സംസാരിക്കാമോ? തിരുമല ശശികുമാർ എന്ന്, അതാണോ? അൺമ്യൂട്ട് ചെയ്യാമോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. വിളിക്കാം. ശങ്കരനാരായണ ഡോക്ടർ ഉണ്ട്. ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. മഷൂർ ഡോക്ടറെ, ഡോക്ടർ മഷൂർ അൺമ്യൂട്ട് ചെയ്യാമോ? ആ ഡോക്ടറെ. ഡോക്ടറെ, എനിക്ക് ഇദ്ദേഹത്തെ ഇന്നലെ ഇതിൽ പറഞ്ഞപ്പോൾ മാത്രമേ പരിചയമുള്ളൂ, നേരത്തെ പരിചയമില്ല. നമ്മുടെ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ എപ്പോഴോ കേട്ടതായിട്ട് ഓർക്കുന്നു. ഞാനിങ്ങനെ ഓർമ്മിച്ചു, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇതിന്റെ ആദ്യം തന്നെ ഇപ്പോൾ കുറച്ച് താമസിച്ചാണ് ഇതിനകത്ത് കേട്ടു തുടങ്ങിയത്. ഞാൻ ഇവിടെ വേറൊരു വർക്കിലായിപ്പോയി. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടതുകൊണ്ട് ഞാനിങ്ങനെ കേട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ കരമായിട്ടുള്ള ഒരു നഷ്ടത്തിൽ നമ്മളോടൊപ്പം തന്നെ എല്ലാവരോടും ഒപ്പം ഞാൻ അനുശോചിക്കുന്നു. ഡോക്ടർ ശങ്കരനാരായണൻ, ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ശങ്കരനാരായണൻ അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടറെ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. പരീസ് സാർ തിരിച്ചെത്തിയോ സാറേ? പരീസ് സാർ ഉണ്ട്. അതെ, അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള താല്പര്യം ഉണ്ടാവും. ശങ്കരൻ ഡോക്ടറെ സംസാരിക്കാമോ? സംസാരിക്കും ഡോക്ടറെ. ഞാൻ അദ്ദേഹമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഞാൻ പാസ്സായി ഇറങ്ങിയ സമയം തൊട്ട് ക്ലിനിക്കും ഫീൽഡുമായിട്ട് ആയതുകൊണ്ട് ഒരുപാട് പബ്ലിക് കോണ്ടാക്ട് കുറവാണ്. അദ്ദേഹത്തിനെ പറ്റി വ്യക്തമായിട്ട് ഒരു ഐഡിയ ഇല്ല എനിക്ക്. വേണുഗോപാൽ ഡോക്ടർ, അനിൽ ഡോക്ടർ നേരത്തെ സംസാരിച്ചായിരുന്നു. അനിൽ ഡോക്ടർ പേഷ്യന്റ് ആയിരുന്നല്ലോ. അനിൽ ഡോക്ടർ വഴിയാണ് അദ്ദേഹം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നത്. ഓക്കെ ഡോക്ടറെ. ഡോക്ടർ രത്നസുന്ദരൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? മോഹൻ ബാബു ഡോക്ടർ ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാമോ? പരീസ് സാറേ, സാർ ഒരുപാട് ഉന്നതമായ പോസ്റ്റുകൾ ഇരുന്ന ഒരാളാണ്. അപ്പം സാറിന് ഇത്തരം കാര്യം കൂടുതൽ പറയാൻ കഴിഞ്ഞേക്കും. സാറേ. മനസ്സിലാക്കാം, സംഗതി ശരിയാണ്. ഞാൻ എൻ്റെ മൂഡ് പറഞ്ഞല്ലോ. എനിക്കത് അങ്ങനെ ഒരു മൂഡ് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. വളരെയധികം എനിക്ക് അനുഭവങ്ങളുണ്ട്. ഈ പറഞ്ഞ എല്ലാം ഞാൻ എൻഡോഴ്സ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഏത് കാര്യത്തിൽ പോയാലും ഏത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചതിന് ശേഷമേ പുള്ളി പിന്നെ നമ്മളെ കാണാൻ വരുള്ളൂ. ഞാൻ പല കാര്യങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിച്ചു വിടാറുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ. അതുപോലെ തന്നെ ഹോമിയോപ്പതിയെക്കുറിച്ച് ഞാൻ ഈ നമ്മുടെ സൂമിൽ വന്നതിന് ശേഷം എന്നെ ഒരു ദിവസം വിളിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കത് എങ്ങനെയാണിത് ഒന്ന് ഒക്കിയെടുക്കേണ്ടതല്ലേ, അത് ഇങ്ങനെ ഒരു കണ്ടീഷനിലായിപ്പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ചർച്ചകളൊക്കെ ചെയ്തു. ശരിയാണ്, നമുക്കൊരു പ്ലാൻ തന്നെ തയ്യാറാക്കേണ്ടതായിട്ടുള്ളത്. എന്നിട്ട് വളരെ അതിനകത്ത് ഒരു
ടോട്ടലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യൂ അദ്ദേഹം എടുക്കുന്നുണ്ട്. വളരെ സിൻസിയറായിട്ട് എനിക്ക് തോന്നി ആ കാര്യത്തിൽ. ഇത് സിൻസിയർ ഇല്ലെങ്കിൽ അങ്ങനെ അത് തുറന്നു പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് അതല്ല, അത് പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. ഞാനൊരിക്കൽ ഒരു ഫങ്ഷനിൽ ഒരു ഓഡിയനായിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കാൻ കയറിയപ്പോൾ എന്നെ കണ്ടു ഉടനെ എന്നെ വിളിച്ചു വിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സ്റ്റേജിൽ പോകേണ്ടി വന്നതായ അവസ്ഥയായി. സാർ അവിടെ ഇരിക്കരുത്, ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അതൊരു സിംപ്ലിസിറ്റി കൊണ്ടാണ്, നമ്മുടെ ഒരു ഇത് മഹത്വം കൊണ്ടൊന്നും അല്ല അത് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സിംപ്ലിസിറ്റിയും ആ സ്നേഹവും അതൊക്കെ ഒരു എന്താണ് പറയുന്നത്, അതിനകത്ത് വാക്കുകൾ തന്നെ പറയാൻ പറ്റുന്നില്ല. നമ്മളീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതൊരു 10 കൊണ്ട് ഗുണിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത നഷ്ടം എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയിലെ പല പ്രാവശ്യം വിളിച്ചാൽ വരുമായിരുന്നു തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ടോ നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പറ്റിയില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ആലോചിച്ച് കിട്ടുന്നില്ല, നമുക്ക് ആളിനെ കിട്ടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് നല്ല അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു തിരക്കുണ്ടായിരുന്നു. എപ്പോഴും വിളിക്കുമ്പോഴത്തേക്ക് വളരെ തിരക്കുണ്ടെങ്കിലും എന്നെ തിരിച്ചു വിളിക്കും. അവരുടെ ഡെയിലി മെസ്സേജുകളൊക്കെ പുള്ളി അങ്ങനെ കേൾക്കുകയും അതിന് ചിലപ്പം ഡിസ്കഷൻ പോലെയൊക്കെ വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു പിഴവ് പറ്റിയോന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടും പല പ്രാവശ്യം നമുക്ക് പല ഫംഗ്ഷനും അദ്ദേഹം വിളിച്ചാൽ വരുമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അതൊക്കെ ഒരു വിധി എന്നല്ല എന്ന് പറയാൻ. ഈ സംഭവിച്ചത് തന്നെ വളരെ സങ്കടകരമായ ഒരു വിധിയായിപ്പോയി. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വളരെ എനർജറ്റിക് ആയിരുന്നു ആ സമയത്ത്. ഇപ്പോഴേ അദ്ദേഹത്തിൻ്റെ മുഖം പോലും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് തന്നെ അത് ഞാൻ പറയുന്നില്ല. അത്ര സങ്കടം തോന്നി ശരിക്കും പറഞ്ഞാൽ. ഈ ചികിത്സയിൽ വന്ന പിഴവ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യണം. അതിനുള്ള സപ്പോർട്ട് ഫാമിലിയുടെ കൺസെൻറ്റോടുകൂടി ഇപ്പം ഒരാളാരോട് പറഞ്ഞല്ലോ അതുപോലെ. അപ്പം അതൊരു ഒരിക്കലും ആരാൾക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത്ര എനർജിക്കായ ഒരു മനുഷ്യനെ 3-4 മാസം ഒന്നും പറ്റാത്ത രീതിയിലാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ ദൈവവിധി എന്നല്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേരാം. അതല്ലേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹരിഹരൻ സാർ അൺമ്യൂട്ട് ചെയ്യുമോ? ഹരിഹരൻ സാർ, ധനേഷ് ഡോക്ടർ ഉണ്ട്, ഹരിഹരൻ സാറുണ്ട്. ഹരിഹരൻ സാറേ. പരീത് സാർ പറഞ്ഞ പോലെ 1000-ന് ശേഷം എന്തുകൊണ്ടോ അതിലേക്ക് പിന്നെ ഇങ്ങോട്ട് നമുക്ക് പല IAS കാരെയും നമ്മൾ വിളിച്ചെങ്കിലും ഇങ്ങനെ ഇത്രയും വലിയ IFPH ആയിട്ട് അടുപ്പമുള്ള ആളിനെ വിളിക്കാൻ പറ്റിയില്ല. അല്ലാതെ എനിക്കൊന്നേ പറയാനുള്ളൂ, ദയവേത് കണക്ഷൻസ് ഉള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ സജഷൻസ് മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ചെയ്യണം. അനിൽ ഡോക്ടർ അത് പറഞ്ഞിട്ട് തീർച്ചയായും നമ്മൾ വിളിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാവരും നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക്, നമുക്ക് ഉദ്ദേശം വെച്ചാൽ ഹോമിയോപ്പതി മാക്സിമം ആളിലേക്ക് എത്തട്ടെ. ഇതുപോലെ ദുർവിധികൾ മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരും പരമാവധി ആൾക്കാരെ നമ്മൾ എന്ത് തരം പ്രോഗ്രാം നടത്താൻ തയ്യാറാണ്. ഇപ്പൊ ഒക്ടോബർ 4-ന് മൃഗസംരക്ഷണ ദിനമാണ്. അന്ന് ഹോമിയോപ്പതിയുടെ പ്രസക്തിയെക്കുറിച്ച് ഒരു സെഷൻ വെക്കണമെന്ന് നമ്മുടെ സലിംകുമാർ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്ന് വെക്കുന്നതാണ്. ഈ പ്രോഗ്രാം തന്നെ ശനിയാഴ്ച വെക്കാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് അതല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന്. അങ്ങനെയാണ് പരീത് സാറിനെയും അനിൽ ഡോക്ടറെ നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങനെ പ്രോഗ്രാം അറേഞ്ച്, ഇന്നത്തെ പ്രോഗ്രാം മാറ്റി വെച്ചത് ഭാഗ്യകൃഷ്ണ ഡോക്ടറെ ക്ലാസ് ആയിരുന്നു മാറ്റിയത്. അതുകൊണ്ടാണ് അത്രയോ പ്രാധാന്യം IFPH കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും എന്തെങ്കിലും തരത്തിലുള്ള കോൺടാക്ട് ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരിക. നമുക്ക് തീർച്ചയായിട്ടും അവരെ സ്വാഗതം ചെയ്യാം, അവരെ കൊണ്ട് സെഷൻ എടുപ്പിക്കുകയും ചെയ്യാം. ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഹരിഹരൻ സാറും ഉണ്ടല്ലോ. സാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹരിഹരൻ സാറേ ഇല്ല, സാറിപ്പോ ഇല്ല, ലീവ് ചെയ്ത്. നമ്മുടെ ഈ സമയം ഈ 9:30-10 എന്ന് പറയുമ്പോൾ പൊതുവെ പലരും ഉറങ്ങുന്ന സമയമാണ്. കാരണം ഏജ് കൂടുന്തോറും ഉറക്കം വളരെ നേരത്തെ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇല്ല, ഷൈൽ ഡോക്ടർക്ക് തോന്നുന്നുണ്ടാവും അതില്ലേ? ഓരോ വർഷം കഴിയുന്തോറും ഉറക്കം വളരെ പെട്ടെന്ന് വരും. അതെ. ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ധനേഷ് ഡോക്ടറെ ശബ്ദമില്ലാത്തൊരു സെഷൻ അത് പൂർത്തിയാവില്ല. ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ?
സോയ ഡോക്ടറെ, സോയ ഡോക്ടറെ പറയൂ. ഡോക്ടറെ, ആ, ഞാനിപ്പോ ഒന്ന് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. എനിക്ക് എന്താ പോലും മനസ്സിലായില്ല. ഓക്കേ. എന്താന്ന് അറിയാനാ ഞാനൊന്ന് നോക്കിയത്. അതിനകത്ത് സൂം നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ ഡോക്ടറെ, IFPHനെ കുറിച്ചുള്ള അറിയിപ്പിനകത്തുണ്ടല്ലോ ഡോക്ടറെ. അല്ല, ഈ ആളെ പറ്റി എനിക്കത്ര അറിയില്ല. അങ്ങനെ, ഓക്കെ ഓക്കെ. നന്ദകുമാർ, അദ്ദേഹം മുൻ കളക്ടറായിരുന്നു. IFPH മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു. ഹോമിയോപ്പതിയുടെ സപ്പോർട്ടറായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അകാല നിര്യാണത്തിൽ അനുശോചന പ്രോഗ്രാമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസോ കൊണ്ടുള്ളവരെല്ലാം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ആ, എനിക്കത്ര പരിചയമില്ല. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ, താങ്ക് യു. മനോജ് ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഒരു പാഠമുണ്ട്. ശരിക്കും ഒരു ലെസണാണ്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ജനറൽ സബ്ജക്റ്റുകളിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം എല്ലാവരും. അത് കോണ്ടാക്റ്റുള്ള ആൾക്കാരെ അതിനകത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനും മനോജ് ഡോക്ടറായിട്ട് പല കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ സംസാരിക്കാറുണ്ട്. ഒരു ആൾക്കാരെ കിട്ടാനുള്ള ശ്രമം നടത്താറുണ്ട്. അത് എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ആളെ കൊണ്ടുവരാൻ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഹോമിയോപ്പതിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും വരും. അതിനകത്ത് വലിയ തർക്കമില്ല. നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാർ തന്നെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഒന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊരു എല്ലാവരും ഒരു ഒരു പ്രതിജ്ഞയായിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാരെ കണ്ടുപിടിക്കാനും അവരെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാനുമുള്ള ശ്രമം അത് മനോജ് ഡോക്ടറെ കണ്ടുപിടിക്കണം. ഞാനത് പലപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ആരാധന തോന്നാറുണ്ട്. ഇതിലെ ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ളതും ആ ഡേറ്റ് കണ്ടുപിടിക്കാനും എന്നിട്ട് അതിന് റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും അങ്ങനെ പല കാര്യങ്ങളും. അത് ഒരു 5-6 പേര് ഇതുപോലെ നിൽക്കുകയാണെങ്കിലേ നമുക്കൊരു ഇതിനെ ഭയങ്കരമായിട്ടൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു എളിയ വീക്ഷണം. താങ്ക് യു. ഇത് വലിയ വീക്ഷണമാണ് സാറേ. കാരണം നമ്മുടെ VK കൃഷ്ണമേനോൻ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ വെളുപ്പാകാലത്ത് 3 മണിക്ക് കാട്ടാക്കട സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ധാരാളം ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഒരു കാലത്ത്. അതുപോലെ സർ CP രാമസ്വാമിയർ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പഴയ ഒരു സെക്രട്ടറി ഉദ്യോഗസ്ഥൻ സുകുമാരപിള്ള സാറ് പറയണ്ടേ, സാറിന്റെ അച്ഛൻ ഇദ്ദേഹത്തെ തോളിലെടുത്തിക്കൊണ്ട് പോയെന്ന്. ഇത്ര ദൂരം നടന്നാണ് പോകുന്നത്. അപ്പം സർ CPയുടെ പ്രസംഗം എന്റെ മകൻ കേൾക്കട്ടെ അച്ഛൻ തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ടാണ്? സർ CP അത്രയും പണ്ഡിതനായ ഒരാളാണ്. അപ്പൊ നമ്മുടെ ഡോക്ടർമാരുടെ തലച്ചോറും ആ ചിന്താ മണ്ഡലം വികസിക്കണമെങ്കിൽ അത്തരം ആൾക്കാരെ സാന്നിധ്യം ആവശ്യമാണ്. ശാരദാകൃഷ്ണ കോളേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേട്ടോണ്ട് സന്തോഷം തോന്നി. ദിനേഷ് ഡോക്ടറെ. തീർച്ചയായും ഈ നന്ദകുമാർ സാറിന്റെ വിയോഗം ശരിക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അത് നമ്മൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ഓരോരുത്തരും മരിക്കുമ്പോൾ, അത് രാഷ്ട്രീയക്കാരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും ഒക്കെ. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സാ മേഖലയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കിട്ടത്തക്ക എന്തെങ്കിലും ഒരു അവസരമോ ഒന്നുമല്ലായിരുന്നു. പക്ഷെ ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തെ സംരക്ഷിക്കുന്നതിനും അതിനു വേണ്ടിയുള്ള നാളെ അത് നല്ല രീതിയിൽ വികസിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാതിരിക്കുന്നത്, അതെല്ലാം നമ്മളെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഒരു നമ്മുടെ ഒരു വാർഷിക നമ്മളെല്ലാ 100 ദിവസം കൂടുമ്പോഴുള്ള സെലിബ്രേഷൻസിൽ ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് സെഷനിൽ സാറായിരുന്നു ഉദ്ഘാടകനായിട്ട് വന്നത്. അന്ന് സാറ് വളരെ വ്യക്തമായിട്ടാണ് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതും എങ്ങനെയാണ് ഈ കോവിഡ് കാലത്ത് നമ്മളെ ഈ തടസ്സപ്പെടുത്തിയതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അതിനെന്തൊക്കെ ചെയ്യണം, ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ് എടുക്കേണ്ടത്, ആ കാര്യങ്ങളെല്ലാം അന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചികിത്സാ സമ്പ്രദായം ജനങ്ങളിൽ എത്തുന്നതിന് വളരെ ഗുണകരമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും അതൊരു വലിയ വിയോഗം തന്നെയാണ്. സാറ് കുറേ ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലായിരുന്നു, ബെഡ്രിഡനായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്കും വേദനയുള്ള കാര്യങ്ങളായിരുന്നു, നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. അനിൽകുമാർ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് സാറിൻ്റെ കുടുംബത്തിന്
സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരണം. അവർക്കൊരു നല്ലൊരു അന്തരീക്ഷം, ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അതിനായിട്ട് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. സാറിന് വേണ്ടി പ്രണാമം. മനോജ് ഞാൻ സ- ഡോക്ടർ മ്യൂട്ടായി. ഞാൻ സംസാരിക്കട്ടെ? കിരൺ ചന്ദ് ഹാൻഡ് റൈസ് ചെയ്തു. കിരൺചന്ദ് അത് കഴിഞ്ഞ് ഡോക്ടറിലേക്ക് വരാം. കിരൺചന്ദ് അൺമ്യൂട്ട് ചെയ്യുന്നു. അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ സാർ, വേറൊന്നുമില്ല. സാറിന് ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു സംഗതി, ഈ ക്രോസ് റെഫറൻസ്, അതായത് ഒരു പ്രൊസീജിയർ, എലക്റ്റീവ് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിപ്പിൾ സിസ്റ്റത്തിലുള്ള ഡോക്ടർമാരെടുത്ത് ചർച്ച ചെയ്യാനുള്ള ഒരു ധൈര്യം സിസ്റ്റത്തിൽ ഉണ്ടായി വരേണ്ട ഒരു ആവശ്യകത തോന്നിപ്പോന്നു. എനിക്ക് ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. സാറിന്റെ കേസല്ല, വേറെ ആരും ആയിക്കോട്ടെ, ലേമൻ ആയിക്കോട്ടെ, ഉയർന്ന ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പോലും ഞാനൊരു പ്രൊസീജിയറിനെ വിധേയനാവാൻ ഇടവന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുമാർ സാറിനെ വിളിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ കടന്നു പോയത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് പരമാവധി പ്രചരിപ്പിക്കാം, നമുക്കറിയാവുന്നവരടുത്ത് പറയാം, അവരെ രക്ഷിക്കാം. ഓക്കെ ഡോക്ടറെ, അനിൽ ഡോക്ടറെ സംസാരിക്കാമോ? പിന്നെ ഞാന് ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടായതെന്ന് പറഞ്ഞാൽ നന്ദകുമാർ സാറുള്ള ബന്ധം അതിന് പറയാമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 10-17 കൊല്ലത്തിന് മുമ്പാണ്. ഞാൻ ഒരു ദിവസം ഒരു സൺഡേ ഞാനും എൻ്റെ വൈഫും മക്കളും കൂടെ സാറിന്റെ വീട്ടിൽ പോയി. കേൾക്കാമോ? വീട്ടിൽ പോയപ്പോഴത്തേക്കും വീട് ഭയങ്കര മൂകത. അപ്പൊ ചെന്ന് കയറിയപ്പോ ബാ അല്ലേ നമുക്ക് റൂമിനകത്തിരിക്കാൻ എന്നെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയി. അത് ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ഫാദറിലേക്ക് നല്ല സുഖമില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാറേ? അത് കഴിഞ്ഞ ദിവസം വായിലൊരു പ്രശ്നം വന്നു, നാക്കില്. അപ്പം സാന്ത്വന ഹോസ്പിറ്റലിൽ പോയപ്പോൾ ജോൺ പണിക്കർ ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസർ ആണ്, അവസാന സ്റ്റേജ് ആണ്, പിന്നെ എത്രയും പെട്ടെന്ന് 4th സ്റ്റേജാണ്, RCC പോകണം. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് അന്നൊരു 74 വയസ്സുണ്ട്. അപ്പം ചെന്ന് കണ്ടപ്പോഴത്തേക്കും ആ മുറിയിൽ നിൽക്കാൻ വയ്യ, ഭയങ്കര സ്മെല്ല്. അപ്പൊ നോക്കിയപ്പോ നാക്കിനകത്തൊരു ഭയങ്കര ഒരു ട്യൂമർ ഇങ്ങനെ റെഡിയാ, സ്ക്വാമസ് സെൽ കാർസിനോമയാണ് സംഭവം. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പോണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നാളെ RCC പോണം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ 74 വയസ്സുള്ള ആളെ RCC കൊണ്ടുപോയി കൂടിപ്പോയ ഒരു 3 മാസം, അതിനപ്പുറം ഒന്നും മുമ്പിലോട്ട് പോകില്ല. പിന്നെ എന്ത് ചെയ്യണം എന്നായിരുന്നു അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാം. ശരി, അപ്പം അപ്പം പുള്ളിയുടെ ബ്രദറില്ല, വൈഫിന്റെ ചേട്ടൻ ഭയങ്കര ഹോമിയോ വിശ്വാസിയാണ്. പറഞ്ഞു ഹോമിയോ മെഡിസിൻ കൊടുക്കാം. അപ്പൊ അവര് പറഞ്ഞു ഡോക്ടർ പട്ടേലിനെ കാണാൻ. ഞാൻ പറഞ്ഞു പിന്നെന്താ, പട്ടേൽ സാറിനെ കണ്ടാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്തിരി ഹോമിയോ മെഡിസിൻ തരാം, നമ്മുടെ ഹൈഡ്രാസിസ് ടിഞ്ചർ. അപ്പൊ ഞാൻ അന്ന് തന്നെ രാത്രി ക്ലിനിക്കിൽ പോയി ഹൈഡ്രാസിസ് ടിഞ്ചർ കുഴിക്കുഴിയാൻ കൊടുത്തു. പട്ടേൽ സാറിനെ അവർ പോയി കണ്ടു. ഒരു 1.5 ആഴ്ച ഇപ്പൊ സംഭവം കൊണ്ടങ്ങ് കൂടിക്കഴിഞ്ഞിട്ട് നാക്കങ്ങ് ഭയങ്കരമായിട്ട് പ്രൊട്രൂഡായി. ഒരു ദിവസം ഈ നാക്കിൽ നിന്ന് ഒരു പീസ് ഇളകി അങ്ങ് പോയി, അരിവാൾ ചുറ്റിക നക്ഷത്രം പോലായി. അത് കഴിഞ്ഞിട്ട് ഒരു 1.5-2 മാസം കൊണ്ട് ഇത് ഹീൽ ചെയ്ത് നോർമലായി. പുള്ളി ഏകദേശം 84 വയസ്സ്, ഒരു 9.5 കൊല്ലം കൂടെ ജീവിച്ചിരുന്നിട്ട് മരിച്ചു. അപ്പൊ അതോടുകൂടിയാണ് സാറിന് ഭയങ്കര വിശ്വാസമായി. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ കാണാം ഈ വൈഫിന്റെ മദർ ഒരു റെയർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോലും കേട്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഡയഫ്രമാറ്റിക് ഇവൻട്രിക്കേഷൻ എന്നാണ് അസുഖത്തിന്റെ പേര്. അത് മെഡിക്കൽ കോളേജില് എന്താ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ട് കാണിച്ചു, ഹോമിയോപ്പതിയും കാണിച്ചു, ആർക്കും ഒന്നും ചെയ്യാൻ പറഞ്ഞ് വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് സിംറ്റം വെച്ചെത്തി മെഡിസിനെ കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഡയഫ്രം മുകളിലോട്ട് പുള്ളി ചെയ്യുമ്പോൾ അവർക്ക് ശ്വാസം കിട്ടൂല. ഇതാണ് കംപ്ലൈന്റ്. ഞാൻ എൻ്റെ ഓർമ്മ ആണെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ ഡിജിറ്റാലിസ് ടിഞ്ചറാണ് കൊടുത്തത്. ചുരുക്കം പറഞ്ഞ ഒരു 3-4 മാസം കൊണ്ട് അവർ നോർമലായി. അത് കഴിഞ്ഞ് കുറെ നാൾ അവർ കണ്ടിന്യൂ ചെയ്തു. ഇത് രസം, നന്ദകുമാർ സാറ് 69 വയസ്സിൽ മരിച്ചത്, അവർക്ക് 95 വയസ്സായി, ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഹോമിയോപ്പതിയോടുള്ള അഫിനിറ്റി കൂടാൻ കാര്യം. അപ്പൊ നമുക്ക് ഓരോ ഡോക്ടർമാർക്കും ഇതുപോലത്തെ പല അനുഭവങ്ങളും കാണും. പക്ഷെ ഇത് നമ്മളെ നന്ദകുമാർ സാറിന് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ലോബി ചെയ്ത്, നമ്മൾ ആർഗ്യ ചെയ്ത് നമ്മുടെ റൈറ്റ് പിടിച്ചു വാങ്ങിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനൊരു തുടക്കമായിരുന്നു നമ്മുടെ IFPH. അതിന് സാറ് തന്ന പ്രചോദനം എന്ന് പറയുന്നത്
എന്നെ സംബന്ധിച്ചോളം എനിക്കല്ല, നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഈ പറഞ്ഞ ലോബിയിങ് IFPHന്റെ ഒരു എന്താ പറയാ ലോബിങ് ഓരോ ക്ലാസ്സിലും കൃത്യമായിട്ട് പറഞ്ഞു. മനോജ് ഡോക്ടർക്ക് ഓർമ്മയുണ്ടല്ലോ, ലോബിങ്. നിങ്ങൾ ലോബി ചെയ്യണം. അതെ ഇപ്പൊ കിരൺ അതെ പറഞ്ഞതാണ് ലോബി വിടരുത്. അതെ അത് സലീഷ് ഞാൻ ഡോക്ടർക്ക് ഓർക്കുന്നുണ്ട്. ഓർമ്മയുണ്ടല്ലോ അത്. അതെ അതെ ഓർക്കുന്നുണ്ടോ? അത് ഇംഗ്ലീഷ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരാ, ഇംഗ്ലീഷിലും പറഞ്ഞു, മലയാളത്തിലും പറഞ്ഞു. നമ്മളെല്ലാം മഹാമടിയന്മാരാണ്. അതുകൊണ്ട് മടിയന്മാരാണ്. നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഇത് പിടിച്ചു വാങ്ങണം എന്ന് അപ്പൊ പറഞ്ഞു. നമുക്ക് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് പിടിച്ചു വാങ്ങിയെന്ന് ഫീലിംഗ് എല്ലാവരും പ്രതിജ്ഞ എടുക്കുക. നമുക്ക് പരിപാടി സമയമാകുന്നു. ശൈല ഡോക്ടറെ നമുക്ക് നന്ദി പറയാം. ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്യും. ഒരു എന്താ രോഗികളിൽ കൂടെ നമുക്ക് പിടിച്ചു വാങ്ങാം. നമ്മളെല്ലാരും കൂടെ വർക്ക് ചെയ്താൽ പിടിച്ചു വാങ്ങിക്കാൻ പറ്റും ഡോക്ടറെ. നമ്മുടെ റിസൾട്ട് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്കുണ്ട്. പക്ഷെ ഇത് തീർച്ചയായിട്ടും നമുക്ക് പബ്ലിസിറ്റിയോ ന്യൂസ് പേപ്പർ പബ്ലിസിറ്റിയോ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മളിപ്പോ IFPH ഇറങ്ങി ഇത്രയും പിടിച്ചു വാങ്ങിയാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. നമുക്ക് ഇതൊന്നും തീർന്നില്ല, ഇനിയും കിടപ്പുണ്ട് കാര്യങ്ങള്. നമ്മൾ വർക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ അനിൽകുമാർ ഡോക്ടറെ, നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടായി പ്രവർത്തിക്കാം. നമുക്ക് അത് നന്ദകുമാർ സാർ പറഞ്ഞ പോലെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ആരും ആ ഒരു ഇനിഷ്യേറ്റീവ് ആരും വിടണ്ട. ആ ഒരു പ്രചോദനം മുമ്പോട്ട് തന്നെ പോട്ടെ. ഇത്രയും നല്ല എത്ര പേരാണ് എന്തെല്ലാം വാക്കുകളും അടുപ്പവും അനുഭവങ്ങളും പങ്കുവച്ചത്. അപ്പൊ ആ സാറിന്റെ മഹത്വം സാറ് വേറൊരു ലോകത്തായാലും ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. ഇന്ന് സാറിന്റെ ഈ അനുസ്മരണ ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുവാനായി സൂം പ്ലാറ്റ്ഫോമിലെത്തിയ പരീത് ബാവ ഖാൻ സാർ, അതുപോലെ തന്നെ വേണുഗോപാൽ റെഡ്ഡിയാർ സാർ, നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേഠ് സാർ, അനിൽ ഡോക്ടർ മ്യൂട്ട് ആയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യണേ. ജയചന്ദ്രൻ ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, ഷഫീഖ് ഡോക്ടർ, ധനേഷ് ഡോക്ടർ, വേണുഗോപാൽ സാറ്, എല്ലാവർക്കും IFPHന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ ഈ ദിനം ഇന്ന് തന്നെ ആഘോഷിക്കാൻ കാരണഭൂതനായ നമ്മുടെ മോഡറേറ്റർ കൂടിയായ മനോജ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കിരൺ ആണ് അതിന്റെ സൂത്രധാരൻ അല്ലേ? അപ്പൊ കിരൺ, നമ്മുടെ സെക്രട്ടറി ആയ കിരണിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമുക്ക് 1 മിനിറ്റ് മൗനം ആചരണത്തോടുകൂടി പരിപാടി അവസാനിപ്പിക്കാം.